എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ആദ്യം ലിതിയമ്മ തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട് പോകുന്നേ രാജക്കാടോ മാങ്ങത്തൊട്ടി വീട്ടിൽ പോകുന്നതാ. രാജക്കാട് മാങ്ങത്തൊട്ടി. അപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. വീട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങത്തൊട്ടിക്ക് പകരം നമ്മൾ എങ്ങനെയാ പറയുന്നത് രാജക്കാടാണ്. കാരണം മാങ്ങത്തൊട്ടി അധികം ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ രാജക്കാട് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ലിതിയമ്മയും ആദ്യം കൂടെ പോവുകയാണ്. പോയിട്ട് അവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അത് ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം അതെന്താ എങ്ങനെയാണെന്നുള്ള കേട്ടോ. ഇന്ന് ഒരു മാസം വരെ ആദ്യം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ്. അതുപോലെ ഇന്ന് ഓശാന ഞായറാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് പക്ഷേ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. സമയം പോയി 10 മണിയായി. ഞങ്ങൾ പതുക്കെ യാത്രയാക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് വരും കേട്ടോ. പണിയൊന്നും തീർന്നിട്ടില്ല. പണി തീർന്നിട്ടില്ല. ആദ്യം നാളെ വീട്ടിൽ കൊണ്ടുവിടാൻ കവാത്ത എടുക്കാൻ എന്താ വാവയ്ക്ക് കമന്റ് വന്നായിരുന്നു. കവാത്ത എടുക്കാന്ന് പറഞ്ഞാൽ ഏലച്ചെടി ക്ലീൻ ചെയ്യുന്നതിനാണ് കേട്ടോ പറയുന്നത്. ഏലച്ചെടിയിലെ ചവറൊക്കെ വലിച്ച് കളഞ്ഞ് അതിന്റെ ചുവട്ടിലത്തെല്ലാം കളയുന്നു. വേണ്ടാത്ത തട്ടകളെന്ന് വെച്ചാൽ ഏലയുടെ അല്ല ഏലത്തിന്റെ തണ്ട് അതൊക്കെ വെട്ടിക്കളയുന്നതിനാണ് കവാത്ത എന്ന് പറയുന്നത്. അതെ, കുറെ പേര് കവാത്ത എന്താന്ന് ഞാനതിൽ വിശദമായിട്ട് പറയാൻ പറ്റിയില്ല. അത് കാണിച്ചു തന്നതുകൊണ്ട് ആണല്ലോ എന്ന് വിചാരിച്ച് കവാത്ത എന്ന് പറഞ്ഞ ഇതാട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങത്തൊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മാങ്ങത്തൊട്ടിയിലെത്തി. യെസ്, നമ്മൾ നമ്മുടെ കുളത്തിൻ്റെ കയ്യിലാട്ടോ ഇറങ്ങിപ്പോകുന്നത്. കിണർ. ഒക്കെ ആണെങ്കിൽ ഭയങ്കര നടുവേദന കേട്ടോ. അതുകൊണ്ട് ഇവരുടെ ഒപ്പം എനിക്ക് നടക്കാൻ വയ്യ. കുരുത്തോലയും കൊണ്ട് വന്നു കേട്ടോ. ഞാൻ പോയിരുന്ന എനിക്ക് ഇങ്ങനെ കിട്ടേണ്ടത് ഇഷ്ടംപോലെ ആളായിരുന്നല്ലേ. വീട്ടിൽ വന്നിട്ട് ഒരു സ്ഥലം വരെ പോകണം. തേയിൽക്കുട്ടിയമ്മ. അമ്മ എങ്ങനെയുണ്ടമ്മേ? ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? BP ഒക്കെ കുറഞ്ഞോ? അതെ, കിണർ തേക്കാൻ പോകട്ടോ. അപ്പം ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാനും ലിതിമോളും കൂടി കിണറ്റി വരെ പോവാം. അപ്പം അതിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ തല കുണിക്കും കാണിക്കുന്നത് ടാറ്റ. ക്രിസ്റ്റി ഉണ്ട് കേട്ടോ ഇവിടെ. അത് അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വാ. നടന്നു വേണം അവിടെ വരെ പോയാൽ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കിണർ പറഞ്ഞ് കാര്യം കൃത്യമായിട്ട് പറയാം. നമ്മുടെ കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ വെള്ളമൊക്കെ വളരെ മോശമായിട്ടുള്ള വെള്ളമാണ്. യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ വെള്ളത്തിന് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കിണർ തേവാൻ പോവുകയാണ്. അപ്പോൾ ലിതി മോള് വരുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഞങ്ങൾ പോട്ടെ. നമ്മൾ ഇതിലെ ആട്ട കയറി പോകുന്നത്. മീൻസേച്ചി വരുന്നുണ്ടോ? പോയില്ലേ? ആണോ? വിളിച്ചാ മതിയേ. പോയിട്ട് തിരിച്ച് പോന്നു കേട്ടോ. അവര് മോട്ടറും കൊണ്ട് വന്നിട്ടില്ല. മോട്ടറും കൊണ്ട് വെള്ളം പറ്റിച്ചാൽ മാത്രമേ നമുക്ക് കോരാൻ പറ്റത്തുള്ളൂ. നിന്ന ശേഷം ഇതേ ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടോ. ഇപ്പോഴാണ് അവർ വന്നതെന്ന് പറഞ്ഞ് പോട്ടെ. ഞങ്ങൾ പോവാട്ടോ. ഇപ്പോൾ ക്രിസ്റ്റി വരുന്നുണ്ട്. അതിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. പിന്നെ കിണറൊക്കെ ആയതുകൊണ്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. അവിടെ ഇരിക്കും കേട്ടോ. എന്തേലും വേണോ? ബക്കറ്റൊക്കെ ആയിട്ടാണല്ലോ പോണേ മനസ്സിലായി. ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അവിടെ ചെന്ന് കൂടാം. ആനന്ദ ചേച്ചിയുടെ അടുത്താണേലും കാണും. ഞങ്ങളിതേ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരാൾ മതി, പകരം നമ്മൾ 2 പേര് പോകുന്നുണ്ട്. അതിനകത്ത് ഏലം ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോകുന്നുണ്ടാവും.
ഇവിടെ ഒരു പേരയിൽ പേരക്കിടപ്പുണ്ടായിരുന്നു. പേരയിലൊരു പേരക്കിടപ്പുണ്ടായിരുന്നു. എവിടെ? ഈ പേരയിൽ പറിച്ചിട്ടുണ്ടാകും മിക്കവാറും. പറിച്ച് കാണും. പറിച്ചു. നല്ല പഴുത്ത ഓർണം കിടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഇന്നെങ്ങനെ പറിക്കുന്നത്? ഇറങ്ങണ്ടേ? അത് അടിപൊളിയാണ്. എങ്ങനെ പറിക്കാൻ പാടാ. അപ്പുറ പേരയിൽ നോക്കാം. തിരിച്ചു വന്നിട്ട് പറിക്കാം. അവിടെ നിന്ന് അങ്ങ് ഒത്തിച്ചിരെ പോണം. അങ്ങ് തൂമ്പ കൊണ്ടുപോകണമല്ലോ. ഒരാൾ പണിതാൽ മതി. അപ്പോൾ പിന്നെ ഈ 2 പേർക്കുള്ളത് കൊണ്ടുണ്ടല്ലോ. ഈ പേരയിൽ ഇതേ കിടക്കുന്നു. നല്ല പഴുത്തതായിരുന്നിട്ട് അത് കൂലി കൊത്തിച്ചുന്നുണ്ടാ. ഉണ്ടാ ഇവിടുന്ന് ഞങ്ങൾ പറിക്കുന്നത്. ഞാനും അവന്മാരും കൂടി. കാണും. പഴുത്താണോ? അവിടെ കിളി കൊത്തിട്ടുണ്ടാവും. ഇല്ല, നല്ലോരെണ്ണം കിട. പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല. വലിയ ടേസ്റ്റ് ഇല്ല. വേണ്ട. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് തൂമ്പയും മേടിച്ചിട്ട് പോകട്ടോ. അപ്പോൾ അവർ ഞങ്ങളുടെ മുന്നിൽ വന്ന് പുറകെ വന്നവരൊക്കെ നേരത്തെ അങ്ങ് പോയി. നമുക്ക് പോവാം. നമ്മളുടെ റോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പോകുന്നത് അറിയാമോ? ഇങ്ങോട്ടാ. എതിലൂടെ? നിനക്ക് തോന്നുന്നത് അതിൽ പോകും. അറിയാം. മേലെയൊന്നുമില്ല. അങ്ങനെ അടുത്തെത്താറായിട്ടുണ്ട് നമ്മൾ. ക്രിസ്റ്റി വരാന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി കണ്ടില്ലല്ലോ. അപ്പം വന്നോളുമായിരിക്കും. അല്ല, ഇച്ചിട്ടെടുക്കും. അങ്ങനെ നമ്മൾ നടന്ന് എത്താറായിട്ടുണ്ട്. ഞാൻ കുറേ നേരമല്ല എത്താറായി എന്ന് പറയും. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം തന്നെ എത്തും കേട്ടോ. ഒരുപോലത്തെ ബുഷും ഒരുപോലത്തെ ഡ്രസ്സും. എത്തിയിരിക്കുകയാണ്. ഇതിലെതിരെയോ ആണ് ഇറങ്ങി പോകുന്നത്. ഇതിലെ ഇതിലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അയ്യോ, അതായത് സൗണ്ടൊക്കെ കേൾക്കും തൂമ്പയുടെ. ഞാൻ പയ്യെ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല രാവിലെ എനിക്ക് നടുവേന ഭയങ്കര. അത് ഞാൻ പയ്യെ പോകുന്നുള്ളൂ. ഞാൻ പയ്യെ വരത്തുള്ളൂ. നീ പോക്കോ. എനിക്ക് പയ്യെ ഇറങ്ങാൻ. നട്ടു മാതിരി വേദന. വീഡിയോ എടുക്കണോ? എടുക്കാമല്ലോ. വിപിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പേര് പറ. വിപിൻ. എന്തിനു വന്നതാ? തേക. എന്നിട്ട് കൂടാഞ്ഞെന്ത്? കൂടാത്ത എന്താ?
കേട്ടോ കിണറ്. ഈ മാതിരി വെള്ളമാട്ടോ. തൊട്ടടുത്ത് വേറൊരു കിണറുണ്ട് കേട്ടോ. എവിടെ വേറെ കിണറ്? ഇതൊക്കെ നല്ല വെള്ളാട്ടോ. അവിടെയോ? ഇവിടെ കിണർ ഏതാ? കാണിച്ചെങ്ങുവാ വീടരുത്, വേണ്ട, പോണ്ട. വലിയ കിണറായിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ നില്ലേ, ഈ പേടിയാ നിന്നെ കൊണ്ടുപോയി. ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ. ഭയങ്കര വലിയ കുളമാട്ടോ ഇത്. അതേ റോഡ് എന്ന് പറഞ്ഞത് നമ്മൾ അരുവഞ്ചാലൊക്കെ പോകുന്ന റോഡാട്ടോ. അവിടെ ഇതൊക്കെ ഉണ്ട്. അതെ, ഈ ബസ് പോകുന്നു നമ്മുടെ സെൻറ്റ് ജോസഫ്. ഞാനിവിടെ നല്ല പച്ചപ്പുള്ള നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് ഇവിടുന്ന് വെട്ടിയിട്ടാ മതിയോ? മണ്ണ് ഇത് വെട്ടിയിട്ടാ മതിയോ? അത് വെട്ടിയിട്ടെ ഒരു മിനിമം പറ എന്തേലും എന്തെങ്കിലും പറ. എന്നതാ പറയണ്ടേ? ഇവിടെ പണിതുകൊണ്ടിരിക്കുക. ഇതിന് ഞാൻ ഏൽപ്പിച്ചു. ആംഗ്രി പറ. എന്താണ് പറയണ്ടേ? മണ്ണ് കോരിക്കൊണ്ടിരിക്കുക. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അനങ്ങാൻ വയ്യാത്ത. ഞാൻ ഒന്ന് ചെയ്തു. അവര് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഇച്ചിരി എടുത്തു. എനിക്ക് വേണ്ട. എന്തായാലും ഇത് കൂടെ കഴിക്കുന്നത്? ബോണ്ട് ചായയും കുടിക്കട്ടെ. ഞാനൊരു ചായ മാത്രം കുടിച്ചു. കഴിഞ്ഞില്ല. അപ്പോൾ അതിൽ ഇത് പോക്ക് കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ പണിയുന്നവരല്ല ഫുഡ് കഴിക്കണ്ടേ. പണി ചെയ്ത് ഇവിടെ നിൽക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേ ഞാൻ വെറുതെ ഒന്നും ചെയ്യുന്നില്ല, നടന്നു നോക്കുക കേട്ടോ. ഒരു പണിയിലാട്ടോ. അങ്ങനെ പണി കഴിഞ്ഞ് തിരിച്ചു പോട്ടോ. അയ്യോ, ഇത് കയറ്റൊരു ടാസ്ക്. എനിക്ക് വയ്യ. വേണ്ടോ ഈ കയറ്റം കയറണം. അപ്പം കയറി വേളിൽ ചെല്ലട്ടെ കേട്ടോ. അടുത്താ? അയ്യോ, അമ്പാടിയുടെ ചേട്ടയുടെ അല്ല, ജസ്റ്റിൻ ചേട്ടയുടെ. എല്ലാവരും പോയി. കാണാനൊന്നുമില്ല ഇവിടെ. പോവാണോ? തിരിച്ചു വരില്ലേ? വാ. ഇത്ര നേരം എന്നെ എടുക്കുമായിരുന്നു. അതിന് എന്തിനാടേ വന്നത്? രാവിലെ പള്ളിയിൽ പോയതുകൊണ്ടോ? അങ്ങ് ചെല്ലടാ. അതുകൊണ്ട് ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. അവരുണ്ടായിരുന്നു. കിണർ തേക്കാൻ പോയി, അല്ല കുളം തേവാൻ പോയി. കുടിവെള്ളത്തിനാണേ പണിത് ക്ഷീണിച്ചു. ആര്? ഇതും കൂടെ ഞാനും വന്നോളൂ. ഇവിടെ നല്ല കാറ്റുണ്ടേ.
തൂമ്പ കൈമാറുന്നു സുഹൃത്തുക്കളെ. കുറച്ചേരം തൂമ്പെങ്കിലും പിടിക്കാം. കുറച്ചു നേരം ബാഹുലി ആവട്ടെ. മറ്റേ ബീജിയം ഇടണം കേട്ടോ ചേച്ചി. അല്ല മറ്റേ ഞാൻ വരാം, ഫ്രണ്ട് വരാം. ഫാഷൻ ഷോ ആണേ, തൂമ്പയുള്ള കർഷകന്റെ ഫാഷൻ ഷോ കേട്ടോ. നീ അച്ഛനോട് ഫ്രണ്ട് വേണം പോയി നിന്നോ, ഞാൻ നടക്കുന്നുണ്ട്. ചെസ് നമ്പർ ചെസ് നമ്പർ 526 ലിജിത ഓൺ ദി സ്റ്റേജ്. അല്ല 526 പേര് ഉണ്ടല്ലോ. ഭാവങ്ങളുടെ മൂർത്തിഭാവമായ അടുത്ത ചെസ് നമ്പർ 210 ഓൺ ദ സ്റ്റേജ്. എക്കോ ഉണ്ട് കേട്ടോ. സ്റ്റേജ് അതെന്റെ സ്റ്റെപ്പാ. വേറെ ഒരു സ്റ്റെപ്പ് പറഞ്ഞ വണ്ടി. ഇതവിടെ പോവാ. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അല്ല, ഇത് ഈ പൂവിൻ്റെ. ഞാൻ അടുത്ത ഫോട്ടോ ഈ വീഡിയോയിനകത്ത് ഉൾപ്പെടുത്തണട്ടോ ചേച്ചി. അപ്പം നമ്മൾ കിണർ കയറിയെടുത്താണ് ഇപ്പോൾ പോയത്. തേകി പിന്നെ ആ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വെള്ളം അടിക്കുകയില്ല. അപ്പോൾ ഇന്നത്തേക്കുള്ള വെള്ളം നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നാളെ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 300 രൂപയ്ക്ക് വെള്ളം മേടിച്ചത് നമുക്ക് നഷ്ടമാക്കാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ വെള്ളം മേടിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ 2-3 കട വെള്ളം കൊണ്ടുവരാണ്ട്. അപ്പോൾ ചെന്നിട്ട് ഈ വെയിലൊന്ന് മാറിയിട്ട് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവരാം. എൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് കൂടെ വന്നാന്ന് പറയാം. ആദ്യമാണ് ഗൈസ് ആ വെള്ളം കുടിപ്പിട്ട് നിൽക്കുന്നത്. അതിനല്ലേ ഞാനും പറഞ്ഞേ. എൻ്റെ ഇൻസ്റ്റയിലെ ആദ്യത്തെ പാട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഒരു പാട്ടങ്ങ് പാട്, ഇപ്പം അങ്ങ് പാട്. വേണ്ട, ഞാൻ അടുത്ത പാട്ട് ഇടുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നുണ്ട് ഗൈസ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം പ്ലീസ്. 1K ആവാൻ കുറച്ച് സബും കൂടെ മതി. സബ് പോട്ടെ, ഫോളോവേഴ്സും കൂടെ മതി. അല്ല, സബും ചെയ്തോട്ടോ. യൂട്യൂബ് ചാനൽ. യെസ്, എൻ്റെ ഇതിൽ 100K എന്നാണ് അന്ന് ഞാൻ പുതിയ അക്കൗണ്ട് തുടങ്ങും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും. അവന്മാരുടെ ഒരു വീഡിയോ എടുത്തേടാ, അവന്മാരുടെ അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. അവരുടെ എന്താ ഈ കുഞ്ഞാവിടെ വരുന്ന അമ്മ എന്ത് പിന്നെ ചേട്ടൻ എന്നായോ ചേട്ടാ അവിടെ പണിയില്ലായിരുന്നേ ചേച്ചി? ഫോട്ടോ കാണിക്കാവേ, ഒരു മിനിറ്റ്. നീ പോസ് ചെയ്യടാ. പോസ് ചെയ്യോ കാണിക്ക്. യോ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ യോ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാരും ലൈക്ക് എല്ലാരും പറ. എല്ലാരും കുട്ടിയമ്മ, ഓമന ചേച്ചി, ലിജിയമ്മ, ആദി, ഞാന്, ക്യാമറമാൻ ക്രിസ്റ്റി,
സോ ഇനി നമ്മളുടെ വീഡിയോ ഇല്ല, ബൈക്ക് വരുന്ന കണ്ടോ? അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, എടാ മാറി എല്ലാം ചെയ്തോ ഗൈസ്. ബൈ.